അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓക്സിലറിയുടെ ആദ്യത്തെ ഫോമായ ആം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുള്ള എല്ലാ രൂപത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ പറയാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഞാനൊന്നും കൂടി പറയുന്നു. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നമ്മൾ പറഞ്ഞ് പരിശീലിക്കുക തന്നെ വേണം, അല്ലാതെ ഒരു ഭാഷയും ആരും പഠിക്കില്ല. ഇനി നിങ്ങൾ വേണം അത് പ്രാക്ടീസ് ചെയ്ത് ലെവലാക്കാൻ. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് പറയേണ്ടത്, അപ്പോൾ അടുത്ത ഓക്സിലറി ഏതാണ് നമുക്ക് പഠിക്കേണ്ടത്? നിങ്ങൾ നമ്മളാ പറഞ്ഞ ആ ടേബിളും കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഏതാണ് അടുത്തത്? ഓക്കെ, അടുത്തത് ഈസാണ്. ഈസ് നമ്മൾ പറയുന്നതിന് മുമ്പ് അത്യാവശ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്ക് പറയാം. അപ്പോൾ പ്രോനൗണാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ. മലയാളത്തിൽ സർവ്വനാമം എന്നൊക്കെ പറയും. പ്രോനൗൺ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് റിയാൻ വന്നുകൊണ്ടിരിക്കുന്നു, അവൻ 5 മണിക്ക് എത്തും. ഇവിടെ നമ്മൾ ആദ്യം റിയാൻ എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഈ റിയാനെ പറ്റി വീണ്ടും പറയുന്നത് അവൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ റിയാനിന് പകരമായി അവൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഇങ്ങനത്തെ വാക്കുകൾക്കാണ് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷ് പറയാം. ഇങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് തന്നെ നാമങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന ഈ പ്രോനൗണിന് 3 തരത്തിലുള്ള ഫോമുകളാണുള്ളത്. 3 ഫോമുകൾ, അല്ലെങ്കിൽ 3 കേസ് എന്ന് പറയും. 3 കേസസ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് വരുന്നത് സബ്ജക്റ്റീവ് കേസ്, രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് കേസ്, മൂന്നാമത്തത് പൊസസീവ് കേസ്. ഇപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പൊസസീവ് ഈ കേസുകളെല്ലാം, ഇതൊന്നിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരാവശ്യത്തിന് വേണ്ടി ഈ വക വാക്കുകളൊന്നും കാണാതെ പഠിക്കുകയോ ഓർത്തു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ഞാൻ പൊതുവേ വിദ്യാർത്ഥികൾ, അങ്ങനെ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ, ആധികാരികമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഗ്രാമറും കൂടി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ സംസാരിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത് പഠിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ ഇതൊന്നും ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ താഴെ വരുന്ന പ്രോനൗൺസ് നിങ്ങൾ ശരിക്ക് അത് പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് എവിടേക്ക് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കാൻ, അതാണ് വേണ്ടത്. മറ്റുള്ളവർ ആധികാരികമായി പഠിക്കേണ്ടവർ മാത്രം അതെല്ലാം ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ഇതിന് മുമ്പും പഠിച്ച ആദ്യത്തെ വാക്ക് നമുക്ക് പറയാം, ഐ. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ്, എന്നെ എന്ന് പറഞ്ഞാൽ മീ എന്ന് പറഞ്ഞാൽ എന്നെ. അവൻ എന്നെ കണ്ടു എന്നൊക്കെ രൂപത്തിൽ നമ്മൾ പറയുന്നു. ഇനി അതിൻ്റെ പൊസസീവ് കേസ് മൈ, എൻ്റെ. അതിന് വേറൊരു രൂപം കൂടി പറയാറുണ്ട്, മൈൻ എന്ന് പറയും. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്. എൻ്റെ എന്ന് പറഞ്ഞാൽ മൈ പെൻ. ഓക്കെ, എൻ്റെ പെൻ. മൈൻ, ദിസ് ഈസ് മൈൻ എന്നൊക്കെ പറയും. ഇത് എൻ്റേതാണ്. ഇനി അടുത്തത് ഹി എന്ന് പറഞ്ഞാൽ അവൻ. ഹിം, അവനെ. ഞാൻ അവനെ കണ്ടു. ഓക്കെ, എന്ന് നമ്മൾ പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഹിസ്, ഇത് അവൻ്റെ പെനയാണ്, ഹിസ് പെൻ. ഓക്കെ, എന്ന് നമ്മൾ പറയും. ഇനി അടുത്തത് ഷി, അവൾ. അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഹെർ എന്നാണ്, HER, ഹെർ. എന്നാൽ അവളെ. അതിൻ്റെ പൊസസീവ് കേസും അതേ രൂപം തന്നെ, ഹെർ എന്നാണ്. ഇപ്പോൾ ഹെർ പെൻ, അവളുടെ പേന എന്നുള്ളതിനും ഹെർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് യു.
യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, രണ്ടിനും നമ്മൾ യു എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിലും ഒന്നിലധികം ആളോട് പറയുകയാണെങ്കിലും യു എന്നാണ് നമ്മൾ പറയുക. നീ അല്ലെങ്കിൽ നിങ്ങൾ. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് അതും യു എന്ന് തന്നെയാണ്. ഞാൻ നിനക്ക് തന്നു എന്നുള്ളതിന് ഐ ഗേവ് യു എന്നാണ് പറയുക. ഐ സോ യു, ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിനും നിങ്ങളെ അല്ലെങ്കിൽ നിന്നെ എന്നുള്ളതിനും യു എന്ന് തന്നെയാണ് പറയുക. ഇനി അതിൻ്റെ പൊസസീവ് കേസ് യുവർ, നിങ്ങളുടെ, യുവർ പെൻ, നിങ്ങളുടെ പേന, അല്ലെങ്കിൽ നിങ്ങളുടേത് എന്നുള്ള അർത്ഥത്തിന് യുവേഴ്സ് എന്നും ഉപയോഗിക്കാറുണ്ട്. യുവേഴ്സ്, നിങ്ങളുടേത്. അത് നമ്മൾ കൂടുതൽ സെൻറ്റൻസുകൾ ഇനി വരുന്ന, ഇപ്പോൾ ആം, ഇനി വരുന്ന ഈസ്, ആർ, ഇതിലൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റൻസുകളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് വരുന്നത് ദേ. ദേ എന്ന് പറഞ്ഞാൽ അവർ. ദം എന്ന് പറഞ്ഞാൽ അവരെ. ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ. ദയേഴ്സ്, അവരുടേത് എന്ന് പറയാറുണ്ട്. ദയർ, അവരുടെ. അപ്പോൾ ദയർ പെൻ, ദയർ ഹൗസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് വി, ഞങ്ങൾ. അസ്, ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ നമ്മളൊരു കൂട്ടമായിട്ട് നിന്നിട്ട് മറ്റൊരാളോട് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മളെല്ലാവരും കൂട്ടി പറയുമ്പോൾ നമ്മൾ എന്ന് പറയും. മലയാളത്തിൽ അതിന് രണ്ട് തരത്തിലുള്ള വാക്കുകളാണ്. എന്നാൽ ഇംഗ്ലീഷിൽ രണ്ടിനും ഒരേ രൂപത്തിലുള്ള വാക്കുകളാണ് വി, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. അസ് അങ്ങനെ തന്നെ, ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ. അതുപോലെ അവർ, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ. അതിൽ അവേഴ്സ് എന്ന് പറയും, ഞങ്ങളുടേത് അല്ലെങ്കിൽ നമ്മുടേത്. ദിസ് ഈസ് അവേഴ്സ്, ഇത് നമ്മുടേതാണ് എന്ന രൂപത്തിൽ പറയും. ഓക്കെ, ഇനി ഇറ്റ്, അത്. പൊസസീവും ഇറ്റ് തന്നെയാണ്. അതെ, ഒബ്ജക്റ്റീവ് കേസും ഇറ്റ് തന്നെയാണ്. പൊസസീവ് കേസ് വരുന്നത് ഇറ്റ്സ്, അതിൻ്റെ എന്നാണ്. ഈ വാക്കുകൾ, അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ വളരെ എളുപ്പമുള്ള ചെറിയ കുഞ്ഞു വാക്കുകളാണ്. ഇത് നിങ്ങളറിയാത്തവർ ഇത് നിർബന്ധമായും ഇത് പഠിക്കുക തന്നെ വേണം. ഇത് നമ്മൾ വരും സെൻറ്റൻസുകളിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ച് അങ്ങനെ അങ്ങ് ശീലമായിക്കോളും. അപ്പോൾ ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. എക്സാമ്പിളുകൾ നമ്മൾ അടുത്ത ഈസ് തുടങ്ങുമ്പോൾ ഇത് നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ സെൻറ്റൻസുകളെല്ലാം ഇത് ഉപയോഗിക്കാം. ഓക്കെ, this is all for today. Those who haven't subscribed our channel, please subscribe it, and thank you for watching. Have a good day.